ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചുകൊണ്ട് വരുന്നത്. ലവോദിക്ക സഭയാണ് ആസിയയിലെ 7 സഭകളിൽ 7ാമത്തെ സഭ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായി 7 സഭകൾക്കുള്ള ദൂത്, കർത്താവ് അറിയിക്കുവാനുള്ള കർത്താവിൻ്റെ സന്ദേശം നാം പഠിച്ചു വരികയായിരുന്നു. ലവോദിക്ക സഭ ഒടുവിലത്തെ കാലയളവിനെ കുറിക്കുന്നു. ഒടുവിലത്തെ കാലയളവിലെ സഭ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ കാലയളവിൽ ലവോദിക്ക സഭയ്ക്കുള്ളതായ സ്വഭാവ വിശേഷതകളെല്ലാം നമുക്ക് നമ്മിൽ കാണാൻ സാധിക്കും. നാം സഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വീണ്ടും പറയട്ടെ, യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ പെന്തക്കോസ്ത് സഭയെന്നോ മാർത്തോമാ സഭയെന്നോ പറയുന്ന സഭയല്ല. ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടി, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സഭ. അത് എല്ലാ സമുദായ വിഭാഗങ്ങളിലും കാണും. എല്ലാ സമുദായ വിഭാഗങ്ങളിലും റോമൻ കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാർ കാണും. ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും എന്നുവേണ്ട എല്ലാ സഭകളിലും നാം ഒരുപക്ഷെ പലരെയും അറിയില്ലായിരിക്കും. ക്രിസ്തുവിൻ്റെ സഭ, വിശുദ്ധ സഭ, വിശുദ്ധ മണവാട്ടി, അങ്ങനെ ജീവിതം വിശദീകരിക്കുന്ന ആളുകൾ ചുരുക്കമായിട്ടാണെങ്കിലും കാണും. എല്ലാ സമുദായങ്ങളിലും കാണും. കർത്താവ് ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചില്ല. മതസ്ഥാപനമല്ല കർത്താവ്. വേദപുസ്തകത്തിൽ നാം വായിച്ചു നോക്കിയാൽ കർത്താവ് ഒരു മതം സ്ഥാപിച്ചതായി കാണുന്നില്ല. മതം എന്ന വാക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ ഒരു ഭാഗത്തുണ്ട്, നിൻ്റെ മതം ഏത് എന്ന്. അപ്പോസ്തലനായ പൗലോസിനോട് അവിടെയുള്ള ആളുകൾ ചോദ്യം, നിൻ്റെ മതം ഏത്? നിൻ്റെ മതം എന്ന് വെച്ചാൽ നിൻ്റെ ചിന്താഗതി ഏതെന്നേ അതിനർത്ഥമുള്ളൂ, നിൻ്റെ മനോഭാവം ഏതെന്നുള്ള അർത്ഥമുള്ളൂ. ക്രിസ്തു മതം സ്ഥാപിച്ചില്ല. ക്രിസ്തു ഒരു സഭയെ സ്ഥാപിച്ചു. സഭ, പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ പറ്റാത്തതായൊരു സഭയെ ക്രിസ്തു സ്ഥാപിച്ചു. ആർക്കും തകർത്തുകളയാൻ പറ്റാത്തതായൊരു സഭയെ കർത്താവ് സ്ഥാപിച്ചു. ആ വിശുദ്ധ സഭ, വിശുദ്ധന്മാരുടെ സമൂഹം, അതിൽ നാം ഉൾപ്പെടേണ്ടവരാണ്. അതിനാണ് ഈ ദൂതുകളെല്ലാം കിട്ടുന്നത്. ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് അവിടെ പറയുന്നു, നിനക്കൊരു ധാരണയുണ്ട്, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ നിൻ്റെ ധാരണ ഞാൻ ധനവാനാണെന്നാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഒന്ന് വായിക്കാം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, നിനക്കൊരു ധാരണയുണ്ട്. ലവോദിക്ക സഭയിലെ ചുമതലയുള്ള ആ ദൈവപുരുഷനോടാണ് പറയുന്നത്, ദൂതൻ എന്ന് പറയുന്നത്. ആ ദൂതനോട് പറയുകയാണ്, നിനക്കൊരു ധാരണയുണ്ട്. ലവോദിക്ക സഭയിലുള്ള ദൈവമക്കൾക്കൊരു ധാരണയുണ്ട്. ഞാൻ ധനവാൻ, ആത്മീയമായി ഞാൻ സമ്പന്നനാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. എനിക്ക് വചനശുശ്രൂഷയുണ്ട്, എനിക്ക് പ്രസംഗങ്ങളുണ്ട്, എനിക്ക് ബൈബിൾ ക്ലാസ്സുകളുണ്ട്, എനിക്ക് ആരാധനയുണ്ട്, കുർബാനയുണ്ട്, തിരുവത്താഴമുണ്ട്, എനിക്ക് ആത്മീയമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് നീ ധരിച്ചു വച്ചിരിക്കുന്നത്. വലിയൊരു അപകടമാണ് സഭയ്ക്ക് വന്നത്. സഭയുടെ തനതായ അവസ്ഥ അറിയുന്നില്ല. നാം അങ്ങനെയാണ്. യേശുക്രിസ്തു എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് നാം ചിന്തിക്കാറില്ല. ഇപ്പോൾ യേശുക്രിസ്തു എന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്? എൻ്റെ ഈ മനോഭാവം വെച്ചുകൊണ്ട്, എൻ്റെ വ്യാജഭാവം വെച്ചുകൊണ്ട്, എൻ്റെ സൂത്രവും കൗശലവും വെച്ചുകൊണ്ട്, എൻ്റെ കാപട്യം വെച്ചുകൊണ്ട്, എൻ്റെ അസത്യം കണ്ടുകൊണ്ട് യേശുക്രിസ്തു എന്നെ എങ്ങനെയായിരിക്കും കാണുക? ക്രിസ്തു എന്നെ എങ്ങനെ കാണും? അതാണ് ചിന്താവിഷയമാകേണ്ടത്. യേശുക്രിസ്തു എന്നെ എങ്ങനെ കാണും? യേശുക്രിസ്തു എന്നെ കാണുന്ന വിധത്തിൽ എനിക്ക് എന്നെ തന്നെ കാണണം. അതൊരു ചിന്താവിഷയമായിരിക്കും, പ്രാർത്ഥന വിഷയമായിരിക്കും ചെയ്യേണ്ടതാണ്. യേശുക്രിസ്തു എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ കാണണം. എൻ്റെ അവസ്ഥ എന്ത് എന്ന് എനിക്കറിയണം. അത് വേറെ ആരും പറഞ്ഞു തരണ്ട, നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മുടെ ഓരോ ചെയ്തികളിലൂടെയും ഓരോ വാക്കുകളിലൂടെയും
നമ്മുടെ ഓരോ ചിന്താഗതിയിൽ കൂടെയും നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ തനതായ അവസ്ഥ എന്താണെന്ന്. നമ്മുടെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. സാത്താന് ഹിതകരമായ എന്തെല്ലാമാണ് നമ്മിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മിൽ അനേകം പേര് ഭൂരിപക്ഷം പേരും ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മ സത്യത്തിൻ്റെ കൂട്ടായ്മയാണ്, ഏറ്റവും നല്ല കൂട്ടായ്മയാണ്, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്, അനുഗ്രഹിക്കപ്പെട്ട വചനമാണെന്നൊക്കെ നാം സ്വയം പറയുമ്പോഴും നാം അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. എന്താണ് ക്രിസ്തു നമ്മെക്കുറിച്ച് കാണുന്നത്, എന്നെ യേശു എങ്ങനെയാണ് കാണുന്നത് നാം ചിന്തിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ തനതായ രൂപം യേശു കണ്ടാൽ തീർച്ചയായിട്ടും എന്നെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത് നാം മനസ്സിലാക്കുന്നില്ല. അത് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ തനതായ അവസ്ഥ നീ അറിയുന്നില്ല, പക്ഷേ ഞാൻ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടക്കേട് വരരുത്, ഞാൻ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വായിക്കാം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതെ, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നിൻ്റെ അവസ്ഥ അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് പ്രിയമുള്ളതുകൊണ്ടാണ്. നിൻ്റെ അവസ്ഥ ഭയാനകമാണെന്നും ഈ സ്ഥിതിയിൽ നീ മുന്നോട്ട് പോയാൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ലെന്നും ഈ ഭൂമിയിൽ വെച്ച് രൂപാന്തരം നിനക്ക് സംഭവിച്ചിട്ടില്ലെന്നും നിനക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നിന്നോട് നീരസമുള്ളതുകൊണ്ടല്ല, നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ശിക്ഷ എന്ന് പറയുന്നത് അത് നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നേക്കുമുള്ള ഒരു വലിയ കടുങ്കൈയാണെന്നാണ്. അല്ല, ശിക്ഷ അത് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളതെന്ന് പറയും. വേദവസം പറയും അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവൻ്റെ കോപം. അവൻ്റെ ദയയോ ജീവപര്യന്തമുള്ളതും അവൻ്റെ കരുണ ജീവപര്യന്തം അവസാനം വരെയും ഉള്ളത്. ദൈവം കോപിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കോപം കൊണ്ട് തീരുകയല്ല. ദൈവം കോപിക്കുകയോ ദൈവം ശാസിക്കുകയോ ദൈവം ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ലവോദിക്ക സഭയോട് പറയുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവരെയാണ് ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയും, പ്രിയമുള്ളവരെ നിങ്ങൾ ശിക്ഷയെ നിരസിക്കരുത്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. വായിക്കാം 12-ാം അധ്യായം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മെ കർത്താവിൻ്റെ വിശുദ്ധി അണിയിക്കുവാനാണ് നമ്മെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി അനുഭവിച്ച് നാം ദൈവാനുരൂപരായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത്. ദൈവം താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ സമ്പാദിക്കുന്ന പ്രബോധനങ്ങൾ മറന്നു കളഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ചേർത്ത് വായിച്ചു. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. മക്കളല്ല, വേശ്യാപുത്രന്മാരത്രേ. കുലട എന്ന് പറഞ്ഞാൽ വേശ്യ, കൗലടയൻ കുലടയപുത്രൻ, വേശ്യാപുത്രൻ. നിങ്ങൾ നേരെയായി ജനിച്ചവരല്ല. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. പിശാചിൻ്റെ മക്കളാണ്. ബാലശിക്ഷയെ നിങ്ങൾ നിരസിച്ചാൽ നിങ്ങൾ പിശാചിൻ്റെ വകയായി പോകും. വളരെ ഗൗരവമേറിയ കാര്യമാണ്. ബാലശിക്ഷയും ശാസനയും നിരസിക്കരുത്. കർത്താവിൻ്റെ ശിക്ഷകൾ, കർത്താവിൻ്റെ ശാസനകൾ അത് നാം സന്തോഷം സ്വീകരിക്കണം. നീതിമാനെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ, എൻ്റെ തല അത് വിലക്കാതിരിക്കട്ടെ.
സംഘത്തക്കാരൻ പറയും അത് വിലക്കരുത്, ശാസനയെ വിലക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ലവോദിക്ക സഭയോട് പറയുന്നത്, ശാസിച്ചാണ് പറയുന്നത്, നീ ധരിച്ചിരിക്കുന്നത് ധനവാനാണെന്ന്, നീ ധരിച്ചിരിക്കുന്നത് സമ്പന്നനാണെന്ന്, നീ ധരിച്ചിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന്. പക്ഷേ ആ സഭയോട് പറയുകയാണ്, നീ ധനവാനുമല്ല, നീ ദരിദ്രനാണ്. വായിക്കാം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും ഭാഗ്യനാണെന്ന് നീ അറിയുന്നില്ലല്ലോ, അരിഷ്ടനും നീ അരിഷ്ടനാണെന്ന് നീ അറിയുന്നില്ലല്ലോ, ദരിദ്രനും നീ ദരിദ്രനാണെന്ന് നീ അറിയുന്നില്ലല്ലോ, കുരുടനും നീ കുരുടനാണെന്ന് നീ അറിയുന്നില്ലല്ലോ, നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ ഞാൻ നഗ്നനാണെന്ന് നീ അറിയുന്നില്ലല്ലോ. അത് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വളരെ ഗൗരവമാണ്. ആദ്യം സൗജന്യമായി സ്നേഹം തന്നു, സൗജന്യമായി സ്വർഗീയധനം തന്നു, സൗജന്യമായി ദൈവത്തിൻ്റെ കൃപ തന്നു. ആദ്യം സമർപ്പിക്കുമ്പോൾ പാപങ്ങളൊന്നും ചോദിക്കുന്നില്ല. ആത്മാവിന് വിശ്വാസമുണ്ട് എന്നറിയുമ്പോൾ ഉടനെ ആത്മാവ് കോരിയെടുക്കും. ഒരു ചെറിയ തകർച്ച വരുമ്പോഴേക്കും ആത്മാവ് ആളെ രക്ഷിക്കും. പക്ഷേ ആ ആൾ മനസ്സിലാക്കണം, എന്നെ തന്നെ ഞാൻ കാണണമെന്ന്. എനിക്ക് സൗജന്യമായി ദൈവം സ്നേഹം തന്നു, ആത്മാവിനെ തന്നു, ഞാൻ എന്നെ തന്നെ കാണണം. സൗജന്യമായി ദൈവകൃപ എനിക്ക് തന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ പകർന്നു തന്നു, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേൽ പകർന്നു തന്നു, സൗജന്യമായിട്ട് ഇതെല്ലാം തന്നു. ഒന്നും പാപങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ല, ഏറ്റു പറയിച്ചുമില്ല, ഒന്നും പറയാൻ അവസരം തന്നില്ല, ഒന്നും പറഞ്ഞില്ല. തനിയേ ഇരുന്ന് പറഞ്ഞോ ഇല്ലയോ അതുപോലും നോക്കുന്നില്ല. സൗജന്യമായി സ്നേഹം തരുന്നു. ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നാം ലഭിച്ചതെന്ത് എന്നറിഞ്ഞ്, എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നറിഞ്ഞ്, ഞാൻ സമർപ്പിച്ചത് എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ സന്തോഷമായി തിരഞ്ഞെടുത്തു എന്നറിഞ്ഞ്, അതെനിക്ക് സമാധാനം തരുന്നറിഞ്ഞ് അവനവൻ തനിയെ തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. അയ്യോ, ഈ കണ്ട പാവങ്ങളെല്ലാം ഉണ്ടായിട്ട് കർത്താവ് ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്കറിയരുതോ, സക്കായിയുടെ കൂടെ സക്കായിയുടെ ഭവനത്തിലേക്ക് പോയി, കർത്താവ് ഒന്നും ചോദിച്ചില്ലല്ലോ. സക്കായി, നീ അന്യായമായി സമ്പാദിച്ചവനല്ലേ, കർത്താവ് ചോദിച്ചില്ല. നീ നാട്ടിൽ അനേകർക്ക് ധനം നീ കവർന്നെടുത്തവനല്ലേ, ചോദിച്ചില്ല. നിൻ്റെ കയ്യിലുള്ള റോമൻ സർക്കാരിൻ്റെ ലൈസൻസ് കൊണ്ട് അതിൻ്റെ ബലത്തിൽ നീ അനേകരെ കുത്തിപ്പിഴിഞ്ഞില്ലേ, ചോദിച്ചില്ല. ഒരു പാവവും ചോദിച്ചില്ല. സൗജന്യമായി ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നേ പറഞ്ഞുള്ളൂ. ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് സക്കായിയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. പക്ഷേ സക്കായിക്ക് മനസ്സിലായി, അയ്യോ, ഇത്രയും പാവിയായ എൻ്റെ വീട്ടിലേക്ക് യേശു വരുന്നോ, ഇങ്ങനെ എനിക്ക് സൗജന്യമായി സ്നേഹം തന്നു. പക്ഷേ ഞാൻ ആരാണ്? ഞാൻ മഹാദ്രവ്യാഗ്രഹിയാണല്ലോ, ഞാൻ കൊള്ളരാത്തവനാണല്ലോ. എൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട യഹൂദന്മാരെ ഞാൻ കഴുത്തറുപ്പൻ നയം കൊണ്ട് അവരുടെ പണം ഞാൻ അപഹരിച്ചെടുത്തല്ലോ. ഞാൻ ഒട്ടേറെ അന്യായമായി സമ്പാദിച്ചല്ലോ. അയ്യോ, എന്തുമാത്രമാണ് ഞാൻ അന്യായമായി സമ്പാദിച്ചത്. ദൈവമേ, ഇതെല്ലാം ഉണ്ടായിട്ട് ഒന്നും ചോദിക്കാതെ കർത്താവ് എൻ്റെ കൂടെ വരുന്നല്ലോ. എന്തൊരു അത്ഭുതം. എൻ്റെ വീട്ടിലേക്ക്, നാശയോഗ്യമായ എൻ്റെ വീട്ടിലേക്ക്, ഒരു ദ്രവ്യാഗ്രഹിയുടെ വീട്ടിലേക്ക്, ഒരു അശുദ്ധനായ മനുഷ്യൻ്റെ വീട്ടിലേക്ക്, ജീവിതം തകർത്ത് കളഞ്ഞൊരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് യേശു വരുന്നല്ലോ. സക്കായിക്ക് അനുതാപം ഉണ്ടായി. സക്കായി പറഞ്ഞു, കർത്താവേ, ഒന്ന് നിൽക്കണേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ കർത്താവേ. ഞാൻ അന്യായമായി സമ്പാദിച്ചതിന് ഞാൻ കർത്താവേ സ്വത്തിൽ പകുതിയും ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് ചോദിച്ചില്ല, നീ എന്താ തീരുമാനിച്ചതെന്ന് ചോദിച്ചില്ല. ഞാൻ അന്യായമായി സമ്പാദിച്ചവനാണ്, സ്വത്തിൽ പകുതിയും ദരിദ്രർക്ക് കൊടുക്കുന്നു. തന്നെയല്ല, അന്യായമായി സമ്പാദിച്ചതിൽ എനിക്ക് ഓർമ്മയുള്ളവർ അവർക്കെല്ലാം 4 ഇരട്ടി പകരം കൊടുക്കുന്നു. സക്കായി ദൈവസന്നിധിയിൽ തീരുമാനം പറയുകയാണ്. കർത്താവ് തീരുമാനം പറയാൻ ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും നിങ്ങൾ വന്ന് ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആ യോഗത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കൈവയ്ക്കുന്നു വരും. സൗജന്യ സ്നേഹം പകരുകയാണ്. സൗജന്യമായി കൃപയാണ് പകരുന്നത്. അത് മനസ്സിലാക്കണം നാം. സൗജന്യമായി സ്നേഹം പകരുന്നത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കർത്താവേ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. അയ്യോ, ഞാനെത്ര ഘോര പ്രകൃതിയാണ്, ഞാനെത്ര അഹങ്കാരിയാണ്, ഞാനെത്ര തന്നിഷ്ടക്കാരനാണ്, ഞാനെത്ര ധിക്കാരിയാണ്, ആർക്കും വഴങ്ങാത്ത പ്രകൃതമുള്ളവനാണ്. കർത്താവെ, സ്നേഹത്തിൻ്റെ കണികയില്ലാത്തവനാണ്. കർത്താവെ, കരുണയില്ലാത്തവനാണ്. വേദനിക്കുന്നവരുടെ വേദന എനിക്കൊരു വിഷയമായിട്ടില്ല. കർത്താവെ, എൻ്റെ സ്വന്തം കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, ഞാനും എൻ്റെ ഭാര്യയും, അല്ല എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും തീർന്നു. എൻ്റെ കുടുംബം, അതേ ഉള്ളൂ ചിന്താവിഷയം. അതിനപ്പുറത്തേക്ക് എൻ്റെ ചിന്ത പോകുന്നില്ല.
ഇത് തിരിച്ചറിഞ്ഞ് നാം പിന്നെയാണ് കർത്താവിൻ്റെ സ്നേഹം കിട്ടിയതിനുള്ള നന്ദിയിൽ ഓരോന്നോരോന്ന് ചകഞ്ഞെടുത്ത് എൻ്റെ കർത്താവ് ഇതെല്ലാം ഉണ്ടായിട്ട് നീ എന്നെ സ്നേഹിച്ചല്ലോ എന്നുള്ള നന്ദിയോടെ സ്തുതിക്കണം. അപ്പോഴാണ് ആ ആത്മാവ് അവിടെ നിലനിൽക്കൂ. അല്ലെങ്കിൽ ആത്മാവ് പിന്നെയും വിട്ടുപോകും. സൗജന്യമായി കിട്ടി, പക്ഷേ ആത്മാവ് വിട്ടുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷേ അത് പിന്നെ വിചാരമില്ലാത്തവരായി നടക്കാനല്ല, ചിന്തയില്ലാത്തവർ നടക്കാനല്ല, നാം ഇനേർഷ്യ നാം നിഷ്ക്രിയന്മാരായിരിക്കാനല്ല, നാം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരായിരിക്കാനല്ല, മന്ദബുദ്ധികളായിരിക്കാനല്ല. നാം ചിന്തിക്കണം, എന്നെ സ്നേഹിച്ച സ്നേഹം, എൻ്റെ യേശുവേ നീ എന്നെ സ്നേഹിച്ചല്ലോ, എനിക്ക് നിൻ്റെ കൃപ തന്നല്ലോ, എനിക്ക് കൃപയുടെ വചനം തന്നല്ലോ, കേൾക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് നിൻ്റെ കൃപയുടെ വചനം നീ തന്നല്ലോ, മഹാഭാവിയായി എന്നെ നീ സ്നേഹിച്ചല്ലോ. അയ്യോ കർത്താവെ, തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജാകരമായിരുന്നല്ലോ എൻ്റെ ജീവിതം. എത്ര ലജ്ജാകരമായ ജീവിതമാണ് ഞാൻ നയിച്ചത്. അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ലജ്ജ തോന്നുന്നത് തന്നെ. കർത്താവെ, എത്രമാത്രം വലിയ അഹങ്കാരിയായിരുന്നു ഞാൻ. ആർക്കും വഴങ്ങാത്ത പ്രകൃതമുള്ളവനായിരുന്നു ഞാൻ. ആരെയും സ്നേഹിക്കാത്ത പ്രകൃതമുള്ളവനായിരുന്നു ഞാൻ. തൻകാര്യം മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ചിന്തിക്കണം, ഓരോന്നോരോന്ന് ചിന്തിക്കണം. അങ്ങനെ നാം നമ്മെ തന്നെ നോക്കി കണ്ട് അനുഭവിക്കുമ്പോഴാണ് ആ കൃപയോടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കൃപ നിലനിൽക്കുകയില്ല. ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും, വെള്ളം ചോർന്നു പോകും, കിട്ടിയതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. ഞാൻ ധനവാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ധരിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്. കർത്താവ് തുറന്നു പറയുകയാണ്, നിൻ്റെ അവസ്ഥ ഭയാനകമാണ്. കർത്താവ് ലവോദിക്ക സഭയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് പറയുന്നത്. ലവോദിക്ക സഭ മുഴുവനും ആത്മീയമല്ലാത്ത സഭയല്ല, മന്ദോഷ്ണ സഭയാണ്. ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും കൂടിക്കലർന്ന ഒരു വാട്ടവെള്ളത്തിൻ്റെ ആ ചൊവ്വയിൽ അങ്ങനെയുള്ള വെള്ളമാണ് ലവോദിക്കയിൽ കൂടി ഒഴുകുന്നത്. ലവോദിക്ക ദേശത്ത് കൂടി ഒഴുകുന്നതായ വെള്ളം, അത് രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം, ഒന്ന് ഉഷ്ണജലപ്രവാഹം, മറ്റൊന്ന് ശീതജലപ്രവാഹം. ഈ രണ്ട് വഴിക്കൂടി വരുന്നതായ വെള്ളം ഒരുമിച്ച് ചേരുമ്പോൾ ശീതോഷ്ണാവസ്ഥ വരുന്നു. കുറച്ചൊക്കെ ഉഷ്ണാവസ്ഥയുണ്ട്. വചനത്തോട് താല്പര്യമുണ്ട്, വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, വചനത്തിലേക്ക് ഓടി വരുന്നുണ്ട്. ഒരു ഉഷ്ണാവസ്ഥയുണ്ട്, ചൂടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ശീതാവസ്ഥയുണ്ട്. പഴയതൊന്നും മുഴുവൻ പോയിട്ടില്ല, പഴയ കോപം പോയിട്ടില്ല, പഴയ വാശി പോയിട്ടില്ല. ചിന്തിച്ച് നോക്കൂ, ശരിയല്ലേ? വാശി ഇപ്പോഴും മാറിയിട്ടില്ല, കോപം ഇപ്പോഴും മാറിയിട്ടില്ല, പഴയ സ്വഭാവം മാറിയിട്ടില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നു, നാം ചിലപ്പോൾ സമർപ്പണം എടുക്കുന്നു, പക്ഷേ നമ്മുടെ ഉള്ളത്തിലുള്ളതായി മഹാവലിയ വിഷത്തിൻ്റെ ബാധ, അത് മാറ്റാൻ നാം തയ്യാറാകുന്നില്ല. അത് മാറണമെന്നുള്ള നിർബന്ധം നോക്കിയില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമുണ്ടെന്ന് നാം അറിയുന്നില്ല. കോപാവേശം, പെട്ടെന്ന് ചുണ്ടി പിടിക്കുക. സ്വന്തം വീട്ടിലായിരിക്കും, ഭാര്യയോടായിരിക്കും, സാധു സ്ത്രീയെ സംശയിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടായിരിക്കും കോപം തീർക്കുന്നത്. ചില ഭർത്താക്കന്മാർ ഒരു ജോലിയും ചെയ്യുകയില്ല, പാവം ഭാര്യയുടെ കെട്ടുതാലി പോലും കൊണ്ടുപോയി വിറ്റ് മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭൂമി ഓരോന്നോരോന്ന് കുറേശ്ശെയായി വിറ്റ് കുടിച്ച് നശിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. പാവം ആ സ്ത്രീ കൂലിവേല ചെയ്തോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടോ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കുന്നു. ഭർത്താവിന് ആഹാരത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് ചിന്താവിഷയമല്ല, മക്കളുടെ കാര്യം അത് ചിന്താവിഷയമല്ല. അദ്ദേഹം സുഖമായിട്ട് ഹോട്ടലിൽ കയറി നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് വരും. മദ്യപാനവും മൃഷ്ടാന്ന ഭോജനവുമായിട്ട് അങ്ങനെ കഴിയുന്നതായ പുരുഷന്മാർ, സ്ത്രീകളും അത് കുറച്ചെല്ലാം ഉണ്ട്. സ്ത്രീകളും ഒരു ചുമതലാബോധമില്ലാത്തവരായ സ്ത്രീകൾ, ഭർത്താവിനെ അനുസരിക്കാത്തതായ സ്ത്രീകൾ, കുടുംബം നോക്കാത്തതായ സ്ത്രീകൾ, മക്കളെ നേർവഴിക്ക് നടത്താത്തതായ സ്ത്രീകൾ, മക്കൾക്ക് അപകടം വരാവുന്ന വഴികൾ അറിഞ്ഞിട്ടും അത് പറഞ്ഞു കൊടുക്കാത്ത സ്ത്രീകൾ. പെൺമക്കൾക്ക് ഏതെല്ലാം രീതിയിലാണ് അപകടം വരാവുന്നതെന്ന് അമ്മയ്ക്കറിയാം, പക്ഷേ അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ മക്കൾ നശിക്കുന്നു. ഇങ്ങനെയുള്ളതായി അനേകം അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൈയാളുന്നുണ്ട്. സമൂഹത്തിൽ ഇന്ന് അനേകം ആളുകളിൽ ഇത് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നായിരിക്കുന്ന, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും ദരിദ്രനും അരിഷ്ടനും നഗ്നനും കുരുടനുമെന്ന് അറിയാതിരിക്കിയാൽ നിൻ്റെ കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങി എന്നോട് ബുദ്ധി പറയുന്നു, പൊന്ന് വിലയ്ക്ക് വാങ്ങി എന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ നഗ്നത മാറാൻ വസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങാൻ എന്നോട് ബുദ്ധി പറയുന്നു. ഇനി വിലയ്ക്ക് വാങ്ങണം.
ആദ്യം സൗജന്യമായി കിട്ടി, അത് നഷ്ടപ്പെടുത്തി, ഇനി വില കൊടുത്തു വാങ്ങണം. ആദ്യം കിട്ടിയത് സൗജന്യമാണ്, ഇനി വില കൊടുക്കണം. എന്താ വില? എന്താണ്? പൈസയല്ല, വില കൊടുത്തു വാങ്ങണം. നാം കണ്ണീരൊഴുക്കി കരഞ്ഞ് കരഞ്ഞ് അനുദപിച്ച് വിതുമ്പി, ഒരുപക്ഷേ നാം ശുശ്രൂഷയിലാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാതെ ശുശ്രൂഷ ചെയ്യാതെ മാറിയിരുന്ന്, കർത്താവിൻ്റെ വേലക്കാരനാണെങ്കിൽ വേലയ്ക്ക് പോകാതെ മാറിയിരുന്ന് ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട് യഥാസ്ഥാനപ്പെടണം. അവനവൻ ചെയ്യേണ്ടതാണ്, വില കൊടുത്തു വാങ്ങണം. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇരിക്കുന്ന അപകടം അതാണ്. ഒരു സമയത്ത് ദൈവസ്നേഹം സൗജന്യമായി കിട്ടി, സൗജന്യമായി ദൈവസ്നേഹം കിട്ടി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ 90% പേർക്കും ഈ ആത്മാവിൻ്റെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിലനിൽക്കുന്നില്ല. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും പഴയതുപോലെ മരവിച്ച അവസ്ഥയായി. എന്താ പറ്റിയത്? ഈ ജീവിതത്തിൽ പറ്റിയതായ തെറ്റുകൾ തിരിച്ചറിയുന്നില്ല, പരസ്പരമുള്ളതായ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിയുന്നില്ല, പരസ്പരമുള്ളതായ സ്നേഹക്കുറവുകൾ തിരിച്ചറിയുന്നില്ല, കുടുംബത്തിലെ അലോഹ്യങ്ങൾ, കൂട്ടായ്മയിലെ അലോഹ്യങ്ങൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. ചില പരിഭവങ്ങളോ ഇഷ്ടക്കേടുകളോ മുഷ്ടിലുകളോ ചിലരോടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഓരോന്ന് എണ്ണി പറഞ്ഞ് ഏറ്റു പറഞ്ഞ് കർത്താവിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതാണ്. ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട്, കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അയ്യോ, നിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തുവാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആർക്കും രക്ഷപ്പെടാം, നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാം. ആരും നിരാശരാകേണ്ട കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അവസരം തരികയാണ്. ഇനി വിലയ്ക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു, വിലയ്ക്ക് വാങ്ങുക. കർത്താവിന് സ്തോത്രം. ദുഷ്ടാത്മാക്കൾ അകത്ത് കയറി, പരിശുദ്ധാത്മാവസ്ഥയായ ഹൃദയത്തിൽ ദുഷ്ടാത്മാക്കൾ കയറി പറ്റി. കോപത്തിൻ്റെ ആത്മാവ്, രോഗത്തിൻ്റെ ആത്മാവ്, കഷ്ടതയുടെ ആത്മാവ്, അപകടത്തിൻ്റെ ആത്മാവ്, അത്യാഹിതത്തിൻ്റെ ആത്മാവ്, ദുരാത്മാക്കൾ, ഏറെയേറെ ദുരാത്മാക്കൾ അകത്ത് കയറി പറ്റി. അടിക്കടി ദുരിതങ്ങൾ വരുന്നു, അടിക്കടി രോഗങ്ങൾ വരുന്നു, അടിക്കടി അത്യാഹിതങ്ങൾ വരുന്നു, അടിക്കടി കഷ്ടനഷ്ടങ്ങൾ വരുന്നു. ദുരാത്മാക്കൾ കയറി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു പോംവഴി മാത്രം, ഒറ്റയ്ക്കൊരു പോംവഴി. സാധിക്കും, വേണമെങ്കിൽ സാധിക്കും. അത്യാവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കീഴടങ്ങുക, കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങുക. കർത്താവേ, നീ പറയുന്നതെല്ലാം സത്യം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നീ പറയുന്നതെല്ലാം സത്യം, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് ഒരു വിശുദ്ധനായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ, എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. യേശുവേ, എനിക്ക് വേറൊരു ഉദ്ദേശമില്ല. ഈ ലോകത്ത് എൻ്റെ ജീവിതത്തിൽ ഏത് പ്രായത്തിലാണെങ്കിലും എനിക്കൊരു വിശുദ്ധനായി തീരണം. ഒരു വിശുദ്ധനായി എനിക്ക് ജീവിക്കണം. മരിച്ചു കടന്നു ചെല്ലുമ്പോൾ സ്വർഗ്ഗരാജ്യം കിട്ടണമെന്നുള്ളതല്ല, അതിനപ്പുറം എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിനെ സ്നേഹിച്ചെനിക്ക് ജീവിക്കണം. കർത്താവേ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തിയ എൻ്റെ യേശുവിനെ എനിക്ക് സ്നേഹിക്കണം. ഈ ചിന്താഗതി നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. എല്ലാം മാറിപ്പോകും, പാപങ്ങളെല്ലാം മാറിപ്പോകും, വിട്ടുപോകും, ദുരാത്മാക്കളെല്ലാം വിട്ടുപോകും, എല്ലാ ദുഷ്ടപിശാചുകളും ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി മാറും. അവിടെ സത്യപ്രകാശം ഉദിക്കും. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചെടുക്കാം. ഓരോരുത്തരും പ്രാപിക്കണത് അവരവർ പ്രാപിക്കണം. കൃപയാൽ നമുക്ക് അതിനുള്ളതായ ഉത്തേജനം തരുവാനുള്ളതായ വചന ശുശ്രൂഷകളുണ്ടല്ലോ. അത് നിങ്ങൾക്ക് മാർഗ്ഗദർശനം തരാനുള്ളതായ വഴികാട്ടിയായി തിരുവചന ശുശ്രൂഷകളുണ്ടല്ലോ. ഈ തിരുവചന ശുശ്രൂഷകൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുകയും അത് മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. നിങ്ങൾ ഇരുന്ന് എണ്ണി എൻ്റെ പാപങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ കരയുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കർത്താവേ, ഞാൻ പുറമെ ഭാവിയില്ലാത്തപ്പോഴും അകത്ത് ഞാൻ പാവിയാണ്, എൻ്റെ കർത്താവ് നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ഞാൻ ദരിദ്രനാണ്. നിങ്ങൾ കർത്താവോട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ തീരുമാനമെടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. നിങ്ങളുടെ പോരായ്മകളെല്ലാം തുറന്നു പറയാം. അറിയാവുന്ന കർത്താവിനോട് നിങ്ങൾക്കെല്ലാം തുറന്നു പറയാം. കർത്താവ് എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയുടെ കരം വരും. കൃപയുടെ കരം, ശീതളകരം നിങ്ങളുടെ മേൽ വെച്ച് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ ആനന്ദിപ്പിക്കും. കർത്താവ് നിങ്ങൾക്ക് കുളിർമ തരും, നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നീറ്റലുകൾ മാറ്റിത്തരും, നിങ്ങളുടെ കടത്തിൻ്റെ ബാധ്യതകൾ മാറ്റിത്തരും, കുടുംബത്തിലെ ശാപങ്ങൾ മാറ്റിത്തരും, നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ളതായിത്തീരും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായിത്തീരും. വരൂ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ആന്തരിക ദാഹം മാറ്റണമേ, അന്തർദാഹം മാറ്റണമേ. എനിക്ക് എൻ്റെ നോവ് നീ മാറ്റി. എനിക്ക് ഞാൻ ഭൗതികമായും ആത്മീയമായും അനുഭവിക്കുന്ന നോവുകൾ നീ മാറ്റി, വേദന മാറ്റി, എൻ്റെ ദുഃഖം മാറ്റി, എൻ്റെ നെടുവീർപ്പ് മാറ്റി. എനിക്ക് ആശ്വാസം തരണമേ. എന്നിട്ട് തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ. പ്രാർത്ഥിക്കൂ. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൃക്കരം നീട്ടി അവിടെ നിന്ന് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ വചനം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.